പുതിയ ക്ലാസിക് റീബോൺ ആയിക്കോട്ടെ, സ്റ്റാൻഡേർഡ് ആയിക്കോട്ടെ, ഇതിനെല്ലാം മെയിനായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഈ ബാക്കിലത്തെ ബ്രേക്ക് ലിവർ പെട്ടെന്ന് ഹാർഡ് ആവുന്നതിൻ്റെ കാരണം. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ലൂബ്രിക്കേഷൻ കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ്. ഇതിൽ ഓൾറെഡി കമ്പനി ഫിറ്റഡ് ആയിട്ട് വരുമ്പോഴേ ഒരു ലൂബ്രിക്കേഷൻ കാണും. ഈ ലൂബ്രിക്കേഷൻ ചൂടായി മഴ പെയ്ത് അങ്ങനെയൊക്കെ വെള്ളം കയറി പൊടിയൊക്കെ അടിച്ച് അങ്ങ് പോകും. അങ്ങനെ പോകുമ്പോഴത്തേന് ഈ ലൂബ്രിക്കേഷൻ ഇല്ലാതാകുമ്പോൾ ഇതങ്ങ് ഹാർഡാവും, ഒരുപാട് ഡസ്റ്റൊക്കെ കയറി. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഹാർഡായിട്ടിരിക്കും. നമ്മൾ ഷോറൂമിൽ കൊണ്ടുപോകുമ്പോൾ അവർ മറ്റേ പുറത്തുനിന്ന് ഓയിൽ ഒഴിക്കും. അങ്ങനെ ഇത് ഒഴിക്കുമ്പോഴത്തേനും ഇത് റെഡിയാകും. പിന്നെ ലൂബൊക്കെ അടിച്ചിടും. പക്ഷേ അങ്ങനെ ഒരിക്കലും ചെയ്യാതെ ഇത് റിമൂവ് ചെയ്ത് കറക്റ്റായിട്ട് ക്ലീൻ ചെയ്ത് ഇതിനകത്തോട്ട് മറ്റേ ഗ്രീസ്, വാട്ടർ പ്രൂഫായിട്ടുള്ള ഗ്രീസും കാര്യങ്ങളും ഇട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ള രീതി. ഇങ്ങനെ ചെയ്യുമ്പോൾ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. ഒരു മഴ പെയ്താലും ഒരു ഇത് വീണാലും നല്ലൊരു പൊടി അടിച്ചാലും വലിയ സീൻ വരുന്നില്ല. ഇതിൻ്റെ ഇൻറ്റേർണൽ കമ്പോണൻസിനകത്തോട്ട് നല്ല രീതിയിൽ ഗ്രീസ് ആകുമ്പോഴത്തേന് ഇതങ്ങ് സ്മൂത്ത് ആവും നല്ല രീതിയിൽ. ചില ഷോറൂമിൽ കണ്ടിട്ടുണ്ട് ഇത് മറ്റേ ലൂബ് അടിച്ച് വിടുന്നത്, ലൂബും ഗിയർ ഓയിലും ഇട്ട് വിടുന്നത്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു കുഴപ്പമൊന്നും, നമ്മുടെ വണ്ടി പിന്നെ ഹീറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഹീറ്റ് ആകുമ്പോഴൊരു കുഴപ്പമെന്ന് പറയുന്നത് ഈ ലൂബ് പെട്ടെന്ന് ബേൺ ഔട്ടായി പോകും. അതുപോലെ തന്നെ ഗിയർ ഓയിലായാലും പെട്ടെന്ന് ബേൺ ഔട്ടായി പോകും. പിന്നെ ഇത് ഹാർഡാവും. നമ്മളിപ്പോൾ ഒരു 200-300 കിലോമീറ്റർ പോകുമ്പോഴത്തേന് പിന്നെ ഹാർഡാവും. അതേ സമയത്ത് എന്തുകൊണ്ടും ഗ്രീസ് ആണെങ്കിൽ ഈ ഗ്രീസും മറ്റേ ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്രീസും കൂടെ ആണെങ്കിൽ പിന്നെ ഒന്നും പറയില്ല, നല്ല രീതിയിൽ വർക്കും ചെയ്യും, കുറേ നാൾ ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഈ ഗിയറിൽ വന്നാലേ നമ്മുടെ ബാക്ക് ബ്രേക്ക് അറിയാമല്ലോ ആ ഒരു അവസ്ഥ. അതിന് ഇച്ചിരി ഹാർഡ് കുറയുന്നതിനനുസരിച്ച് നമുക്ക് ഇച്ചിരി ബ്രേക്കിംഗ് വെയിറ്റും ഇച്ചിരി ഇതായിട്ട് കിട്ടും. ഓക്കെ.